നമ്മുടെ ദുർബല ചിന്തകളിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പരീക്ഷത്ത് മഹാരാജാവ് ചോദിച്ചു, എന്താണ് ഈ ഭാഗവതം? അപ്പം ഭാഗവതത്തെ ആദ്യം തന്നെ ഭഗവാനെയൊക്കെ സ്തുതിച്ചുകൊണ്ട്, ഗുരുക്കന്മാരെയൊക്കെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നും പ്രകടമായ ഒരു മഹത്തായ ജ്ഞാനമാണ്, വിജ്ഞാനമാണ്. അപ്പം എങ്ങനെ, ആർക്ക് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നാരദ ബ്രഹ്മ സംവാദത്തിലേക്ക് പോകുന്നത്. അപ്പം നാരദ മഹർഷി ഒരിക്കൽ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്. ബ്രഹ്മാവ് നാരദരുടെ പിതാവാണ് എന്നതാണ് സങ്കല്പം. ചോദിച്ചു, അച്ഛൻ എവിടുന്നാ വന്നത് എന്ന്. ഇന്നിപ്പോൾ അച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം കിട്ടുക? അച്ഛൻ എവിടുന്നാ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കെന്താ വട്ടുണ്ടോ എന്ന്. കാരണം നമുക്കറിയാം, നമുക്കൊരു അച്ഛനും അമ്മയുള്ള പോലെ അച്ഛനും ഒരു അച്ഛനമ്മമാരും. പക്ഷെ ബ്രഹ്മാവിൻ്റെ കാര്യത്തിൽ ബ്രഹ്മാവ് എവിടുന്നാ വന്നത്, ബ്രഹ്മാവിൻ്റെ അച്ഛൻ ആരാന്നുള്ളൊരു പിടിയില്ല. അപ്പം അതുകൊണ്ട് പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ, അച്ഛന്മാരാരാന്നുള്ളൊരു പിടി ഉണ്ടാവാത്തൊരു കാലം ഉണ്ടായിരുന്നു. കാരണം അന്നിങ്ങനെ പല വീടുകളിലേക്കും ഈ പഴയ കാലഘട്ടത്തിലുണ്ടല്ലോ ഒരു സംബന്ധമൊക്കെ പറഞ്ഞ പരിപാടികളുണ്ടായിരുന്നു ആളുകൾക്ക്, ഇല്ലേ? അന്ന് പിന്നെ അച്ഛൻ ആരാന്നുള്ളത് ആളുകൾക്ക് പലരും അറിയില്ല, ആരാ അച്ഛൻ എന്നുള്ളത്. അന്നത്തെ ഒരു കാലഘട്ടം, പഴയൊരു കാലഘട്ടം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ അച്ഛൻ ആരാന്നൊരു ചോദ്യം. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവും അന്വേഷിക്കുക, ഞാനിപ്പോൾ എവിടുന്നാ വന്നത് എന്ന്. ഞാനെവിടുന്നാ വന്നത്? അങ്ങനെ ബ്രഹ്മാവ് നോക്കുമ്പോൾ താമരയുടെ മുകളിലായിരിക്കുന്നത്. പിന്നെ താമരയുടെ ഉള്ളിലൂടെ ഇറങ്ങി, തണ്ടിലൂടെ ഇറങ്ങി എന്നാണ്. ആരോ തമാശയിട്ട് പറയും, താമരത്തണ്ടിലൂടെ ബ്രഹ്മാവ് ഇറങ്ങിയതുകൊണ്ടാണ് താമര വളയത്തിന് 4 ഓട്ടയുള്ളത്രേ. ഈ പാലക്കാടൊക്കെ പോയ താമര വളയത്തിൻ്റെ കൊണ്ടാട്ടം കിട്ടും നിങ്ങൾക്ക്. അപ്പം അതിൽ നോക്കുമ്പോൾ 4 ചെറിയ ചെറിയ ഓട്ടങ്ങൾ കാണാം. അത് ബ്രഹ്മാവിൻ്റെ 4 തല ഇറങ്ങിപ്പോയതാണ് അത്രേ. ഏതായാലും അന്വേഷിച്ച് കുറെ ചെന്നപ്പോൾ അവിടുന്ന് ഒരു ശബ്ദം, ദ്യൗ അക്ഷരം ഗിരം എന്നാണ്. 2 അക്ഷരങ്ങൾ കേട്ടു. എന്താണത്? 19-21. അപ്പം ഇവിടെ ഉണ്ടോ മാത്സ് ടീച്ചർ എന്ന്. ബ്രഹ്മാവ് ഒരുവിധം മാത്സ് പഠിക്കാതെ മുങ്ങിയ ആളാതെ തോന്നും. അവിടെ നോക്കുമ്പം ആ 19-21 എന്നുള്ള ശബ്ദത്തിനെ ഭാഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അക്ഷരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തപ തപ 19 ത എന്ന അക്ഷരത്തിൻ്റെയും 21 പ. അപ്പം 2 കൂടി ചേർത്താൽ തപ 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 എന്ന് പറഞ്ഞാൽ ഈ ഒരു സത്യം മനസ്സിലാക്കണമെങ്കിൽ ഇനിയും എന്ത് വേണം? തപസ് വേണം. തപസ്സുള്ള മനസ്സുകൾക്ക് ഈ പറയുന്ന കാര്യം പിടികിട്ടുള്ളൂ. അപ്പൊ തപസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? തപസ്സെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഈ തപസ്സെന്ന് പറയുന്നത്. ഒന്ന്, ഇപ്പോൾ ഉള്ള കാണുന്നതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാനുള്ള പരീക്ഷ എന്ന് പറയും. പരീക്ഷ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യാനുള്ള വിവേകബുദ്ധി. പിന്നെ 2, ഏകാഗ്രബുദ്ധി, കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഏകാഗ്രബുദ്ധി. 3-മത്തത് സത്യത്തെ കണ്ടെത്താനുള്ള അത്യന്തമായ സൂക്ഷ്മബുദ്ധി. ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് എന്ത് പറയുക? തപസ്സെന്ന് പറയാം. തപസ്സെന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ചിരിക്കലല്ല, അതൊരു പ്രോസസ്സാണ്. നമ്മുടെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കലാണ്. 1, അനലൈസ് ചെയ്യാനുള്ള അനലറ്റിക്കൽ പവർ. 2, കോൺസെൻട്രേറ്റിംഗ് പവർ. 3-മത്തത് ഗ്രാസ്പിംഗ് പവർ, ട്രൂത്തിനെ മനസ്സിലാക്കാനുള്ള പവർ. ഇതൊക്കെ ഒരു മെന്റൽ ലെവലിൽ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? തപസ് എന്നുള്ള വാക്ക്. വെറുതെ കണ്ണടച്ചെങ്ങനെ ഇരുന്ന തപസ്സാവില്ല. ഇങ്ങനെ തപസ് വേണം. അങ്ങനെ തപസ് ചെയ്ത് അദ്ദേഹം വീണ്ടും ചെല്ലുമ്പോഴാണ് ആദിനാരായണ സ്വരൂപത്തെ കാണുന്നതും അവിടെ നിന്ന് ഭഗവാൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്തുന്നതാണ് ചതുശ്ലോകി ഭാഗവതം. അവിടെ ചതുശ്ലോകി ഭാഗവതം പറയുമ്പോൾ ഈ ചതുശ്ലോകി ഭാഗവതമാണ് ഒറിജിനൽ റിയൽ ഭാഗവതം. ആ ഭാഗവതത്തെ പിൽക്കാലത്ത് ബ്രഹ്മാവ് നാരദരോട് പറയുന്നതും നാരദര് വ്യാസരോട് പറഞ്ഞ് അദ്ദേഹം കഥകൾ ചേർത്ത് വിപുലീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ റിയൽ ഭാഗവതം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഈ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ, ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയ കാലത്ത് ജ്യൂസിൻ്റെ എക്സ്ട്രാക്ട് കിട്ടും. രസ്ന എന്നൊക്കെ പറഞ്ഞുള്ള സാധനം പഴയ കാലത്ത് ചെറിയ ബോട്ടിലിൽ അതിൻ്റെ എസൻസ് കിട്ടും, ജ്യൂസ് എസൻസ്. അതൊരു 2 തുള്ളി ഒഴിച്ച് ബാക്കി ഇതിൽ വെള്ളവും ചേർത്ത് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജ്യൂസായി, ഇല്ലേ? ടാങ്ക് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടെന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. എന്നതുപോലെ ഈ 18,000 ശ്ലോകമുള്ള ഭാഗവതത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത് ചതുശ്ലോകി ഭാഗവതമാണ്.
ഇത് നമ്മളൊന്ന് കാണാം. അത് 2-ാം സ്കന്ധത്തില് 9-ാം അധ്യായത്തില് 32, 33, 34, 35 ശ്ലോകങ്ങളിലായിട്ട് വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കും. ഇതിനെ വിളിക്കുന്ന പേര്, 4 ശ്ലോകങ്ങളെ വിളിക്കുന്ന പേര് ചതുശ്ലോകി ഭാഗവതം. ഈ ചതുശ്ലോകി ഭാഗവതമാണ് പിന്നീട് ഞാൻ പറഞ്ഞു വ്യാസഭഗവാൻ എന്ത് ചെയ്തത്, വിപുലീകരിച്ച് ഇപ്പോ നമ്മൾ കാണുന്ന വലിയൊരു ഭാഗവതമാക്കി മാറ്റിയത്. ഈ പഴയകാലത്ത് ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പാലൊക്കെ മേടിക്കുമ്പോണ്ടല്ലോ, ചിലര് വിപുലീകരിച്ച് പാല് കൊണ്ടുതരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ പച്ചവെള്ളം ഒഴിച്ചല്ല പറയുന്നത്, ഇവിടെ ഈ ഭാഗവതമാകുന്ന എസൻസില് കഥകൾ ചേർത്തതിനെ വിപുലീകരിച്ചു. അപ്പൊ ഇവിടെ ഭാഗവതം എന്ന് പറഞ്ഞാൽ കഥകളല്ല, കഥകൾ അതിലേക്ക് ആഡ് ചെയ്താണ്. അതെന്തിനാ ആഡ് ചെയ്തത്? അത് നമുക്ക് ദഹിക്കാൻ വേണ്ടിയിട്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കുമ്പോൾ അമ്മമാരെന്ത് ചെയ്യും, അതില് കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ ബോട്ടിലിൽ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് പാല് ആ കട്ടിയിൽ കൊടുക്കുമോ? എന്തു ചെയ്യും? അതിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യും, എന്നാലേ കുട്ടിക്ക് അത് ദഹിക്കുള്ളൂ. എന്നതുപോലെ നമ്മളൊന്നും അത്ര ദഹിക്കാനുള്ള കഴിവില്ലാത്തവരായതുകൊണ്ട് നമുക്ക് വ്യാസഭഗവാൻ ഇത്തിരി കഥകളൊക്കെ ചേർത്ത് ആറ്റി കുറുക്കി നല്ല മധുരമൊക്കെ ഇട്ട് തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ കഥകൾ കേട്ട് നമ്മൾ കിടന്നുറങ്ങരുത്. ഈ കഥകളിൽ നിന്ന് ഏത് പിടിക്കണം? ഈ കഥകളൊക്കെ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കേൾക്കേണ്ടത്? ഈ കഥകൾ കേൾക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ചതുശ്ലോകി ഭാഗവതം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. എന്നാലേ ഹോൾ ഭാഗവതം എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിലേക്ക് നോക്കാം. 2-9 കിട്ടിയോ? 32 ഒന്ന് ചൊല്ലാലോ, എല്ലാവർക്കും ചൊല്ലാലോ. അഹമേവാസമേവാഗ്രേ നാന്യദ്യ സദസത്പരം പശ്ചാദഹം യദേതശ്ച യോ വശിഷ്യേത സോസ്മ്യഹം ഹൃദേർത്തം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമാം യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷുച്ഛാവജേഷനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാ അന്വയ വ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവഥാ. ഈ പറയുന്നത് ഗ്രാസ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളൊന്ന് ശ്രമിച്ചാൽ പിടികിട്ടും. അതായത് ഇപ്പം മോഡേൺ ഫിസിക്സ് അത് എത്തി നിൽക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചം ഒരു കാലത്തുണ്ടായിരുന്നില്ല. സൂര്യനും ചന്ദ്രനും ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം രൂപപ്പെടുന്നതിന് മുമ്പ് ഇവിടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഊർജ ശക്തി മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ഇൻഫിനിറ്റ് ഊർജത്തിൽ നിന്നാണ്, പ്രപഞ്ച ഊർജത്തിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും ജീവജാലങ്ങളും ഒക്കെ രൂപപ്പെട്ടത്. അപ്പൊ അങ്ങനെയൊരു ഊർജത്തിന്റെ സ്റ്റേറ്റ് ഇവിടെ ഉണ്ടായിരുന്നെന്നും അതിലുണ്ടായ ബിഗ് ബാങ്കിങ് ആണ് പിന്നീട് സൂര്യനായും ഭൂമിയായൊക്കെ ഊർജത്തെ മാറ്റിയെടുത്തതെന്നും ഹൈഡ്രജൻ കൂടുതലുള്ള കത്തിജ്വലിക്കുന്ന സൂര്യനും ഇങ്ങനെ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ചേർന്നിരിക്കുന്ന ഹൈഡ്രജന്റെ വാതകം കൂടിയിരിക്കുന്ന വ്യാഴം അതുപോലെയുണ്ട്. അങ്ങനെ പല ഗ്രഹങ്ങളും വാതകങ്ങളും അതുപോലെ തന്നെ ചിലത് വാതകങ്ങൾ പിന്നീട് പരിവർത്തനം വന്ന് ജലമായി, ജലമുള്ളിടത്ത് ജീവന്റെ പരിണാമമുണ്ടായി. ഇങ്ങനെ ഈ പ്രപഞ്ചം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലായി. അപ്പൊ ഇത് മുമ്പൊരു എനർജി പ്ലാസ്മ രൂപത്തിൽ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത, കാലമില്ല,
ദേശമില്ല, എല്ലാം ഒരു ശൂന്യതയായിരുന്നു. എന്താണ്? ഒരു വളരെ വലിയ ശൂന്യതയായിരുന്നു ഈ പ്രപഞ്ചം. എന്നാൽ ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. അവിടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഊർജത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ആധുനിക ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. ഇനി ഒരു പടിയും കൂടെ നമ്മൾ, പിന്നീട് പ്രപഞ്ചം രൂപപ്പെട്ടു. കാലം, ദേശം, ഊർജം, ദ്രവ്യമായി, പ്രകാശം, അങ്ങനെ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ പരിണാമം രൂപപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളെ. ഈ പ്രപഞ്ചം എവിടെയാണ്, എവിടെ നിന്നാണ് ഇതൊക്കെ രൂപപ്പെടുന്നത് നോക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ചില കാര്യങ്ങൾ സയൻസിന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രപഞ്ചം രൂപപ്പെടുമ്പോൾ ഒരു താളക്രമത്തിലുള്ള ഊർജ പരിണാമം ഇവിടെ രൂപപ്പെട്ടിരുന്നു, പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഈ ചലനം അല്ലെങ്കിൽ ഊർജത്തിന്റെ ചലനം, അതിലൊരു താളവുമുണ്ട്. ശ്രദ്ധിക്കണം, താളവുമുണ്ട്. രണ്ട്, അത് ചില നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു നിയമത്തെ ഇത് അനുസരിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇതെല്ലാം താളം തെറ്റി വലിയ അപകടത്തിലാകുമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചോദിക്കേണ്ടതുണ്ടായിരുന്നു നമ്മുടെ അധ്യാപകരോട്. ആരും നമുക്കത് ചോദിക്കാൻ പ്രേരിപ്പിച്ചില്ല. ഇപ്പൊ താളം എന്ന് പറയുന്നത് അതിൻ്റെ ഇഷ്ടപ്രകാരം ചലിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമില്ലായ്മയാണ് താളം. ഒരു താളക്രമത്തിൽ സഞ്ചരിക്കുക. അപ്പോൾ ഒരു നിയന്ത്രണം അതിലുള്ളത് കൊണ്ടാണ് അത് താളത്തിൽ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ സെക്കൻഡ് സൂചി അതൊരു താളത്തിൽ അങ്ങനെ ചലിക്കുന്നു. അപ്പം മിനിറ്റ് മാറുന്നു, പിന്നീട് മിനിറ്റ് ഒരു താളക്രമത്തിൽ മാറുന്നു, ഹവർ ആവുന്നു. ആണോ? ഇന്നിപ്പം നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഒരു താളക്രമം ഇല്ലെങ്കിലോ, താളമില്ലെങ്കിലോ എല്ലാം തോന്നിയതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒന്നും ഇവിടെ സ്ഥിരമായി ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാം ഏറ്റുമുട്ടി നശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൃഷ്ടി തന്നെ നോക്കൂ, ഒരു താളക്രമത്തിൽ പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ശരീരം ഇവിടെ നിലനിൽക്കുന്നത്. ആണോ? അപ്പൊ ഒരു താളം ഇതിനുണ്ട്. നമ്മുടെ പൾസ് നോക്കിയാൽ, ഹാർട്ട് നോക്കിയാൽ, അപ്പൊ നമ്മളിലും താളമുണ്ട്, പ്രപഞ്ചത്തിനും ഒരു താളമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം കണ്ടുപിടിച്ചു, ഒരു അണുവിലുള്ള ചലനം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചലനം. ഇതിനെ മൈക്രോകോസം, മാക്രോകോസം എന്നൊക്കെ അവർ പറയും. അപ്പൊ ഒരു മൈക്രോ സിസ്റ്റത്തിലുള്ള ചലനം തന്നെയാണ് ഈ ഹോൾ പ്രപഞ്ചത്തിലുള്ളത്. ഒരിക്കലും പ്രപഞ്ചത്തിന് ഒരു അണുവിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. അത്രയും നമുക്ക് മനസ്സിലായി. പിന്നെ ചില നിയമങ്ങൾ ഇതനുസരിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിന് വികാസവുമുണ്ട്. അത് വികാസത്തിന്റെ ഒരു പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചത് സങ്കോചിക്കുകയും ചെയ്യും. തിരിച്ച് എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് പോകും. ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ നോക്കിയാൽ, വൃക്ഷങ്ങൾ നോക്കിയാൽ, മൃഗങ്ങളെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു വളർച്ചയുടെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സങ്കോചിക്കാൻ തുടങ്ങി. അതിനൊരു ആദ്യം അത് പരിണാമം സംഭവിച്ച് വികസിച്ച് 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 വന്ന് പിന്നത് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഉണ്ടോ? അത് സങ്കോചിച്ച് സങ്കോചിച്ച് അവസാനം എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് തിരിച്ചു പോകുന്നു. അത് പ്രപഞ്ചത്തിന് മുഴുവനുണ്ട്. നക്ഷത്രങ്ങൾ ജനിക്കുന്നു, നക്ഷത്രങ്ങളും അതുപോലെ മരിക്കുന്നുണ്ട്. ഭൂമിയും ഒരു ദിവസം മരിക്കും, സൂര്യനും ഒരു ദിവസം മരിക്കും. മരിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലാതാവുക എന്നല്ല അർത്ഥം. ഇതെല്ലാം ഏതൊരു ഊർജമാണോ സൂര്യനായത്, ഭൂമിയായത്, അതേ ഊർജഘടനയിലേക്ക് പോവും. അപ്പോഴേക്കും വേറൊന്ന് രൂപപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഈ പ്രകൃതിയുടെ നിയമം അതാണ്. ഒന്ന് മാറുമ്പോഴേക്കും വേറൊന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ വേറൊരു ഭൂമി വരും. അതുകൊണ്ടാണ് ലോകാവസാനം എന്നതൊന്നും ഭാരതത്തിൽ ഇല്ല. ലോകത്തിനൊരിക്കലും അവസാനമില്ല. ഊർജത്തെ ഉണ്ടാക്കാനും സാധ്യല്ല, ഇല്ലാതാക്കാനും. പിന്നെ ഇങ്ങനെ ഈ പ്രപഞ്ചം ഇല്ലാതെയാവുക. അപ്പൊ ആ അടിസ്ഥാനമായി തോട്ട്സ് തെറ്റാണ്. അതുകൊണ്ടാണ് ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞത് ഇതെല്ലാം പുനരാവർത്തി. നോക്കൂ, നമ്മൾ കൃഷ്ണനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോടൊക്കെ വലിയൊരു ബഹുമാനം തോന്നിയിട്ടുള്ളത്, ആധുനിക ഫിസിക്സിന് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ശ്ലോകങ്ങൾ അന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് തത്വങ്ങൾ പറഞ്ഞിരിക്കാൻ. നിങ്ങൾ 8-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം എടുത്തു. നമ്മൾ റെസ്പെക്ട് ചെയ്യും. അത്ര കൃഷ്ണനോട് ബഹുമാനം വരും നമുക്ക്.
കാരണം ഇന്നത്തെ മോഡേൺ ഫിസിക്സ് എത്തി നിൽക്കുന്ന പോയിന്റ് 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്. അനവധി ശ്ലോകങ്ങൾ, ഒന്നും രണ്ടുമല്ല, അനവധി ശ്ലോകങ്ങൾ. നിങ്ങൾ ഗീത അല്പം ഒരു സയൻസിന്റെ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുകയാണെങ്കിലോ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളോട് പറയണം അത് സയൻസിന്റെ ഇൻട്രസ്റ്റിൽ പഠിക്കാൻ. അതാണ് ഇന്ന് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഭാഗവതം കേട്ടിട്ട് നിങ്ങളെ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരം ശ്ലോകങ്ങളൊക്കെ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ സാധ്യതകളെ കുറിച്ച് അവർ മനസ്സിലാക്കുക. അപ്പൊ അവിടെ പറയുന്നത് ആ ബ്രഹ്മഭുവനാലോക കാണുന്നുണ്ടോ? 8-ാം അധ്യായത്തിൽ 16-ാം ശ്ലോകം കണ്ടു നിങ്ങൾ? ആ ബ്രഹ്മഭുവനാലോക. എന്തൊരു കഷ്ടമാണത്! കണ്ടില്ലേ? ആരും കേട്ടില്ലേ? ഒന്ന് വായിക്കുവൊക്കെ. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന. പുനരാവർത്തി അർജുന. ആ ബ്രഹ്മഭുവനാലോകം നോക്കൂ, നിങ്ങൾ പറയുന്ന വാക്ക്. ഈ പ്രപഞ്ചം എത്രയുണ്ടോ ബ്രഹ്മഭുവനാലോക, എല്ലാം ഭുവനാലോക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അതിന്റെ വിശ്വവ്യാപ്തി എടുത്തുകൊണ്ട് പറയുകയാണ് പുനരാവർത്തി അർജുന. ഇതെന്ത് ചെയ്യും? ഇതൊരിക്കലും ഇല്ലാതാവുകയില്ല, അവസാനമില്ല. ഇത് വീണ്ടും ഒന്ന് വേറൊന്നായി പരിവർത്തനം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇനി ശ്രദ്ധിക്കുകയാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ വിട്ടുപോകരുത്. ഒന്ന് കാലം. കാലം എന്ന് പറയുന്നത് ചലനമാണ്, താളാത്മകമായ ചലനം. 2 ദേശം. ദേശം എന്ന് പറഞ്ഞാൽ അത് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ്, ഒരു സ്ഥലം. ആ സ്ഥലം എവിടെയാണ് അപ്പൊ നമ്മളൊക്കെ നിൽക്കുന്നത്? നമ്മുടെ ശരീരം ഈ സ്പേസ് ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതൊരു കാലം വരെ വളർന്ന് അത് വീണ്ടും തിരിച്ചുപോയി ഏതൊരു ഊർജത്തിൽ നിന്ന് വന്നോ ആ ഊർജത്തിലേക്ക് അത് തിരിച്ചു പോകുന്നൊരു പരിണാമം ഇവിടെ സംഭവിക്കുന്നെങ്കിൽ ഒരു നിയമത്തെ ഇവിടെയുള്ള രൂപങ്ങളെല്ലാം അനുസരിക്കുന്നെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ഉത്തരം കിട്ടേണ്ടത്, ഇവിടെ പ്രപഞ്ച ഊർജത്തിന് ഒരു താളക്രമവും അതുപോലെ തന്നെ അതിന് ചില നിയമങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്നാണ് ഇതിന് കിട്ടിയത്? ഇതിനൊരു ഉത്തരം തരാൻ ഇന്നത്തെ കാലത്ത് പോലും വ്യക്തമായൊരു ഉത്തരം തരാൻ ആധുനിക ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഊർജം സ്വയം നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ഊർജം സ്വയം താളം ക്രമീകരിക്കുമെന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചില്ല. എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധ്യമല്ല? കാരണം ഊർജം ഒരു നിയമത്തെ അനുസരിക്കുന്നെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു ഫോഴ്സാണ് അത് അനുസരിക്കുന്നത്. അത് അതതായിട്ടുണ്ടാക്കുന്നൊരു നിയമമല്ലത്. കാരണം അത് അനുസരിക്കുകയാണ്. ഒരു കാര്യം താളത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ, ഉദാഹരണത്തിന് എളുപ്പം മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ സെക്കൻഡ് സൂചി ഒരു താളത്തിൽ ചലിക്കുന്നെങ്കിൽ ആ താളം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സീക്വൻസ് ഓഫ് അതിൻ്റെ മോഷൻ അത് ആ സൂചിയല്ല തീരുമാനിച്ചത്. ആണോ അല്ലയോ? അപ്പൊ അത് നിയമത്തെ, അത് താളത്തെ അനുസരിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ശരീരം ചില നിയമങ്ങളെയും താളത്തെയും അനുസരിക്കുകയാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് താള നിയമങ്ങൾ അനുസരിക്കുന്നതാണെങ്കിൽ ഇതിന് താള നിയമങ്ങൾ പകരുന്ന മറ്റൊരു ശക്തി വേണം. അത് മറ്റൊന്നുമല്ല, അനന്തമായ ബോധശക്തിയാണ്. അപ്പൊ ആ ബോധശക്തിയുടെ താളത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇനി ശാസ്ത്രജ്ഞന്മാർ പറയാൻ പോകുന്ന ശ്ലോകം ഏതായിരിക്കും അറിയോ? അവിടേക്കാണ് ഗീതയുടെ പ്രസക്തിയും വർദ്ധിക്കാൻ പോകുന്നത്. ഭഗവത്ഗീതയില് 9-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം എടുത്തു നോക്കൂ. ഇനി ശാസ്ത്രജ്ഞന്മാർ പറയാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ്. കൃഷ്ണൻ പറയുന്ന ഈ ഒരു ശ്ലോകം 9-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ പറയണു, മയാധ്യക്ഷേന 10-ാമത്തെയാണോ 11-ാമത്തെയാണോ? 10 അല്ലേ? 10 മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. മയാ അധ്യക്ഷേണ, എൻ്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി സൂയതേ പ്രസൂയതേ വികസിക്കുന്നതും അത് വികസിച്ചതിൻ്റെ ഒരു പാരമ്യതയിലെത്തിയാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകുന്നതൊക്കെ മയാ അധ്യക്ഷേണ, എൻ്റെ അധ്യക്ഷതയിലാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
അനന്തമായൊരു ബോധത്തിൻ്റെ സാന്നിധ്യത്തിലും പ്രേരണയിലും അതിൻ്റെ നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് പ്രകൃതി വികസിക്കുന്നതും നിലനിൽക്കുന്നതും മറയുന്നതും. ഇതൊക്കെ വലിയ വലിയ തത്വങ്ങളല്ലേ സ്വാമി, ഇതൊക്കെ നമുക്കെങ്ങനെ മനസ്സിലാവും? നമ്മളിലേക്ക് വരാം, എളുപ്പം മനസ്സിലാവുമല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരിക. അപ്പൊ നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് ചലനമുണ്ട്, ഉണ്ടല്ലോ, ഉണ്ടോ? അത് ചിലപ്പം ക്രമാതീതമായിട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ ടെൻഷൻ, സ്ട്രെസ് എന്നൊക്കെ വരിക. പറയുക ആണോ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രാത്രി ഉറങ്ങാൻ കിടന്നു ഉറക്കമേ വരുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകൾ നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചിന്തകളെ നമുക്ക് ക്രമേണ ഒരു പാട്ടിലാക്കാൻ, അതായത് നമ്മുടെ പാട്ടിലേക്ക് കൊണ്ടുവരാൻ, താളത്തിലേക്കാക്കാൻ ചില സാധനകളിലൂടെ സാധിക്കുന്നത് കൊണ്ടാണല്ലോ ആളുകൾ ആധ്യാത്മികമായിട്ടൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക്, ഉറക്കെ പറയൂ, കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പൊ നോക്കൂ, ആ ചലനത്തിന്റെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നതിന് കാരണം, ആ ചലനത്തെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിന് കാരണം, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന, അതിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ബോധശക്തി ഉള്ളിൽ ഉള്ളത് കൊണ്ടല്ലേ? പറയൂ, നിങ്ങൾ സ്വയം മനസ്സിലാക്കി പറയൂ. അപ്പൊ ചിന്തകൾക്കാണോ ശക്തി? ആ ചിന്തകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഏതിനാണ് ശക്തി? ബോധത്തിനാണ് ശക്തി. നോക്കണേ, ഒരു മൈക്രോ സിസ്റ്റത്തിലുള്ളതാണ് ഒരു മാക്രോ സിസ്റ്റത്തിലുമുള്ളത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു അണുവിലുള്ളതാണ്. അപ്പം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ ബോധത്തിന് സാധിക്കുമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ താളവും നിയമവും നിയന്ത്രിക്കുന്നതും അതാണ് കൃഷ്ണൻ പറഞ്ഞത്, മയാധ്യക്ഷേണ പ്രകൃതി. പക്ഷെ എന്ത് പറ്റിയ ശാസ്ത്രജ്ഞന്മാരിന്ന് എന്താ ഇത് പറയാത്തത്? കാരണം ശ്രദ്ധിക്കുക, ഇത് കണ്ടെത്താൻ പറ്റില്ല ഒരാൾക്ക്. ഇതൊരാൾക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം ബോധം ഒരിക്കലും ബോധത്തെ കണ്ടെത്താൻ പറ്റില്ല. പിന്നെന്തേ ആവാൻ പറ്റുള്ളൂ? നമ്മൾ ആ ബോധമായി മാറുകയേ വഴിയുള്ളൂ. ഉറക്കത്തെ നിങ്ങൾക്ക് ഉറങ്ങാതെ കണ്ടുപിടിക്കാൻ പറ്റിയ ഞാൻ പ്രൈസ് തരാം. നിങ്ങൾ ഉറക്കത്തെ ഒന്ന് കണ്ടുപിടിക്കുക. പറ്റുമോ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ. ഞാൻ എൻ്റെ ഉറക്കത്തെ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന്. ഈ ജന്മ തപസ് ചെയ്താൽ കിട്ടില്ല. എന്ത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അവനവൻ്റെ ഉറക്കത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? ആരെ കണ്ടുപിടിക്കാൻ പറ്റില്ല തന്നെ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഉറക്കത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക്, മാറി നിന്നതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഉറക്കമായി മാറാൻ സാധിക്കും. അതിലേക്ക് അലിഞ്ഞു ചേരാൻ പറ്റില്ലേ? ഇതുപോലെ ബോധത്തെ നമുക്ക് അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഋഷിമാർക്ക് അത് പറയാൻ പറ്റുന്നത്? കാരണം അവർ ബോധമായി മാറുകയാണ്. ധ്യാനം ചെയ്ത് അവർ ആ ബോധമായി മാറി. അവർക്കത് മനസ്സിലായി. എന്ന് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരൊക്കെ താടിയൊക്കെ നീട്ടിയിട്ടാ വരിക, ഋഷിവര്യന്മാരായിട്ടാ വരിക. കാരണം ഈ സത്യം ഒരു ദിവസം അവർ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അവർ മനസ്സിലാക്കും, ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ഈശാവാസ്യമിതം സർവം. ഇത് മുഴുവൻ നിൽക്കുന്നത് അനന്ത ബോധം, സാന്ദ്രാനന്ദാവബോധാത്മകം. അങ്ങനെയുള്ളൊരു അനന്തബോധത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ആ ബോധത്തിന് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മനസ്സിനെ പരിവർത്തനം വരുത്തി വേണമെങ്കിൽ അതിനെ തിരിച്ച് ബോധത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പോലും സാധിക്കും. കാരണം എവിടെ നിന്നാണോ ഇതൊക്കെ വരുന്നത്, തിരിച്ച് അവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത അതിനുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അഹമേവ സമേവാഗ്രേ. അഹം എന്ന് പറഞ്ഞാൽ ബോധം. ബോധത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. മുമ്പ് ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി എന്നിലാണ് ഇതെല്ലാം നിൽക്കുന്നത്, എല്ലാം അവശേഷിക്കുന്നതും എന്നിലേക്കാണ്. ബോധത്തിൽ നിന്നും വന്ന് ബോധത്തിൽ നിലനിന്ന് ബോധത്തിലേക്ക് തിരിച്ചു പോകണം. പഞ്ചഭൂതത്തിൽ നിന്നും വന്ന ശരീരം പഞ്ചഭൂതങ്ങളിൽ നിലനിന്ന് അവസാനം പഞ്ചഭൂതത്തിലേക്ക് പോകുന്നു. മനസ്സെവിടെ നിന്ന് വന്നു? ബോധത്തിൽ നിന്നും വന്ന മനസ്സ്. എങ്ങനെ മനസ്സിലായി? കാരണം നമുക്ക് ബോധത്തിന്റെ ശക്തി കൊണ്ട് മനസ്സിനെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ചിന്തകളെയൊക്കെ നമുക്ക്
മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നെങ്കിൽ ഞാൻ എന്ന ചിന്ത പോലും പൊങ്ങി വരുന്നത് എവിടെ നിന്നാണ്? ബോധത്തിൽ നിന്നാണെങ്കിൽ ഞാൻ നിലനിൽക്കുന്നതും ബോധത്തിലാണ്, തിരിച്ചു പോവേണ്ടതും ബോധത്തിലേക്കാണ്. ബോധം വരുത്തുവതിന് ആളായി നിന്നവര ആചാര്യ രൂപഹരി നാരായണായ നമ. അത് കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കും നാദഹരി നാരായണായ നമ. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് പലതും കണ്ടുപിടിച്ച് ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഇപ്പം എന്താണ്, വെളിച്ചമുള്ളത് കൊണ്ടാണ് നമുക്ക് പലതും കാണാൻ സാധിക്കുന്നത്, അല്ലേ? ലൈറ്റ്, അതിന്റെ സ്പീഡ് വരെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിലാണ് ഏത് സഞ്ചരിക്കുന്നത്? ലൈറ്റ് സഞ്ചരിക്കും. അപ്പൊ ഒരു സെക്കൻഡിനകത്ത് 3 ലക്ഷം സഞ്ചരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത്രയും അതിന്റെ വേഗത കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പുറപ്പെട്ട ഒരു പോയിന്റിൽ നിന്ന് എത്തുന്ന ഒരു പോയിന്റിലേക്ക്, ഇത് 2 പോയിന്റും കാണാൻ പറ്റണം. ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പുറപ്പെട്ട ഒരു പോയിന്റും എത്തുന്നൊരു പോയിന്റും, ഇത് രണ്ടും ഒരേ സമയത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ആ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ എന്നറിയില്ല എനിക്ക്, അല്ലേ? പുറപ്പെട്ട ഒരു പോയിന്റും എത്തുന്നൊരു പോയിന്റും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയാലേ അതിന്റെ വേഗത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ 2 പോയിന്റിലും ഒരേ സമയം എത്താനുള്ള കഴിവ്, ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് ഏതിനുണ്ട്? ഇത് രണ്ടും നമ്മുടെ ബോധമണ്ഡലത്തിൽ വരണ്ടേ? മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പൊ വെളിച്ചത്തേക്കാൾ വേഗത ഏതിനാണ്? കൂടെ വന്നില്ലേ നിങ്ങള്? വെളിച്ചത്തേക്കാൾ വേഗത, വെളിച്ചത്തിനും അപ്പുറത്തൊരു പോയിന്റിലേക്ക് എത്താൻ ഏതിന് പറ്റുന്നുണ്ട്? ബോധത്തിന്. അപ്പൊ ആ ബോധത്തിന്റെ സാധ്യത നോക്കൂ നിങ്ങൾ. അനന്ത ശക്തിയുള്ള, അനന്ത വ്യാപ്തിയുള്ള ഒരു സാധനത്തെയാണ് കുറെ ചിന്തയിൽ കുരുക്കിയിട്ടിട്ട് ngേ 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 എന്ന് പറഞ്ഞ് കഴിയുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ആത്മവൈഭവം ഉണർത്തണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? വേണോ വേണ്ടയോ? അപ്പൊ അതിന് പണിയെടുക്കണം. ബ്രഹ്മാവിനോട് പറഞ്ഞ 16:21 മെനക്കെടണം. എന്ത് 16:21? എന്താ ചീട്ട് കളിക്കണം ബ്രഹ്മാവ്? 16:21 പറഞ്ഞാൽ തപസ് വേണം, മെനക്കെടണം, പണിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ കാലദേശങ്ങൾക്കതീതമായൊരു ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ആരാണ്? നമ്മുടെ ജീവിതം എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ സ്വതന്ത്രരാണ്. ആരും ജീവിതത്തിൽ ദുഃഖികളായിട്ടിരിക്കേണ്ടവരല്ല, എല്ലാവരും സ്വതന്ത്രരാണ്. പിന്നെന്താ ദുഃഖികളായത്? അവരെ അലട്ടുന്ന ചില പ്രശ്നങ്ങളിൽ കെട്ടിക്കുരുക്കിയിട്ടിരിക്കുകയാണ്. പക്ഷികൾ, പറക്കാനൊക്കെ കഴിയുന്ന പക്ഷിയെ പിടിച്ചിട്ട് കൂട്ടിലിട്ട പോലെ, അല്ലേ? അതുപോലെയാണ് ഇപ്പം നമ്മളെ കൂട്ടിലിട്ടിരിക്കുകയാണ്. അപ്പൊ അനുഭവിക്കണം. അപ്പൊ അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെനക്കെട്ടാൽ നമ്മളെ പുറത്തു കൊണ്ടുവരാനുള്ള ശക്തി ഏതിനുണ്ട്? ബോധത്തിനുണ്ട്. ക്ലിയർ ആണോ? ഇനി ചോദിക്കുകയാണ്, അപ്പൊ ഇത്രയും ശക്തിയുള്ള ബോധം എങ്ങനെയാണ് ദുർബലമായി പോയി? അടുത്ത വരിയിൽ പറയുന്നു, അതിന് കാരണം മറ്റൊന്നുമല്ല. എന്താണ്? ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനെ തദ്വിദ്യാദാത്മനോമായ യഥാഭാസോ യഥാത്മ. സത്യത്തിൽ ഞാനും നിങ്ങളും ഈ ലോകത്തെ കാണുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നില്ല. നമ്മളാരും കാണുന്നില്ല. നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ ബോധമണ്ഡലത്തിൽ നിഴലിക്കുന്ന നിഴലുകളാണ്, റിഫ്ലക്ഷൻസ് ആണ്, ഇല്ലേ? നമ്മുടെ കണ്ണിൽ പതിയുന്ന ഇമേജ് അത് നമ്മുടെ കോർട്ടെക്സിലെത്തി പല കെമിക്കൽസ് രൂപപ്പെട്ട് ആ ഇമേജുകൾ ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ പതിയുന്നു. ഞാൻ നിങ്ങളെയല്ല വാസ്തവത്തിൽ കാണുന്നത്. സത്യത്തിൽ ഞാൻ നിങ്ങളെ കണ്ട ഒരു ഇമേജ് എൻ്റെ ഉള്ളിലുള്ളത്. ആ ഇമേജിലൂടെയാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ പറയുന്നത് മനസ്സിലാക്കാൻ ഇത്തിരി നമ്മുടെ ഉള്ളിലെ ചിന്തകളെങ്ങാനും മറഞ്ഞുപോയി എന്ന് എനിക്കത്. ഇപ്പം ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് എത്രയോ കാലം ജീവിച്ചിട്ട് അൽഷീമേഴ്സ് എന്നൊരു രോഗം വന്നാൽ, മൈൻഡിലെ ആ മെമ്മറി റെക്കോർഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ പോലും ഒരാൾ കണ്ണുകൊണ്ട് കാണുന്നു, പക്ഷെ തിരിച്ചറിയുന്നില്ല. അപ്പം നമ്മൾ റിയൽ ഒബ്ജക്റ്റിനെയാണോ കാണുന്നത്? റിഫ്ലക്ഷൻ ആണോ കാണുന്നത്? കൂടെ വന്നില്ല. ഈ മനസ്സിലെ റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്, ആണോ?
റിയൽ വേൾഡിനെ ആരെങ്കിലും കാണുന്നുണ്ടോ? നമുക്ക് റിയൽ വേൾഡ് കാണാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടില്ല. തോട്ട്സുകൾ മറഞ്ഞാൽ പിന്നെ ഈ വേൾഡുമായിട്ട് നമുക്ക് പറയൂ ഒരു ബന്ധവുമില്ല. ഇപ്പം നിങ്ങളൊക്കെ അവിടെ ഇരിക്കണോ മിണ്ടണോ എന്നൊക്കെ എൻ്റെ തോട്ട്സ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതെങ്ങാനും മറഞ്ഞാൽ പിന്നെ കുതിരവട്ടം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയാ സ്ഥലം, ഊളംപാറയൊക്കെ കൊണ്ടുപോയി അവർക്കെന്ത് ലോകമാണ് നോക്കുക. അവർക്കെന്ത് ലോകമാണുള്ളത്? എല്ലാം മറഞ്ഞു പോയി കിടക്കുന്ന, ഈവൻ നമ്മൾ തന്നെ കാണുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ സം എക്സ്റ്റെന്റ് അല്ലേ, അവരെ ലോകം ടോട്ടലി ഡിഫറെന്റ് ആണ്. ആണോ അല്ലയോ? അപ്പൊ നമ്മൾ ഈ കണ്ടു എന്നൊക്കെ പറയുന്നത് വെറും നുണ പറയില്ലേ. ഞാൻ പെണ്ണിനെ കണ്ടു ഒന്നും കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ചെക്കനെ കണ്ടു എന്ന് കണ്ടതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള കുറെ ഇമേജുകളാണ് നമ്മൾ കാണുന്നത്. ആണോ? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് കാണുന്നത്. ശ്രദ്ധിക്കണം. ഇനി ഈ ചിത്രങ്ങൾ എടുക്കാനും ഈ ചിത്രങ്ങൾ അവിടെ ഓർത്തു വയ്ക്കാനും ഈ ചിത്രങ്ങളിലൂടെ കാണാനും നമ്മളെ പ്രാപ്തമാക്കുന്നത് ബോധമാണ്. അപ്പൊ അതിൻ്റെ ഒരു കഴിവ് നഷ്ടപ്പെടുത്തി എന്ന് വെച്ചാൽ മറന്ന് ചില ഇമേജുകളിൽ കുടുങ്ങുന്നതിൻ്റെ പേരാണ് മായ. ഏതാവത് മായ. അവര് നോക്കൂ, ഹൃദയത്തം പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത് ആത്മനോ മായ. സാധ്യതകളുള്ള ഒരു ബോധത്തെ നമ്മൾ ചില ഇമേജുകളിൽ നമ്മൾ കൊണ്ടുപോയി കുരുക്കി. അതാണ് ചിലർ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നത്. ഒരു പെണ്ണിനെ കുറിച്ചുള്ള കുറച്ച് ഇമേജ് ഉണ്ടാക്കി ആ ചിത്രം വെച്ചിട്ട് പറഞ്ഞു, സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാ തിരുവോണന്. അവള് തേച്ചൊട്ടിച്ചു പോയപ്പോ പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ അവൻ വിഷാന്വേഷിക്കുകയാണ്, കയറന്വേഷിക്കുകയാണ്. കാരണം ഇവന്റെ ഇമേജ് പോയി. ഇവന്റെ അല്ല, ഉള്ളിലുള്ള ഇമേജ്. ഇവൻ അതുവരെ പിടിച്ചു വെച്ചിരുന്നതൊക്കെ അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ അവന്റെ വിചാരം എൻ്റെ ജീവിതം അവളില്ലെങ്കിൽ പോയി എന്നാണ്. തൻ്റെ ആ ബോധത്തിന്റെ മഹത്വമൊന്നും ഈ പൊട്ടൻ അറിയുന്നില്ല. ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പുസ്തകമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, ഒരു വലിയൊരു മഹാനുണ്ടായിരുന്നു ഭാരതത്തിൽ. അനവധി മഹാന്മാരുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര്, ഇദ്ദേഹമാണ് വൈരാഗ്യ ഷഡ്കം എന്നൊക്കെ പറഞ്ഞിട്ട്, വൈരാഗ്യ എന്താ പറയാ, പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഭർതൃഹരി എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്? ഭർതൃഹരി എന്നൊരു മഹാനുണ്ടായിരുന്നു. രാജ്യത്തിലെ നമ്മുടെ ഒരു രാജാവായിരുന്നു ഭർതൃഹരി. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഭർതൃഹരിയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് വൈരാഗ്യ ഷഡ്ക എന്താണ്, ഒരു പുസ്തകമുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഭർതൃഹരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ? ആ പുസ്തകത്തിന്റെ പേരുകൾ തലയിൽ വരുന്നില്ല. അപ്പൊ ഈ ഭർതൃഹരി രാജാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തില് കുറച്ചൊരു ആത്മീയതയ്ക്കുള്ള രാജാവായിരുന്നേ. അപ്പൊ ഒരിക്കലും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഏതൊരു അതിഥി വന്നിട്ട് രാജാവിന് ഒരു നല്ല പുറത്ത് ഏതോ രാജ്യത്തുള്ളതാണ് കുറെ പഴങ്ങൾ കൊണ്ടു കൊടുത്തു. അപ്പൊ നമ്മളിപ്പം പഴയ കാലത്തൊക്കെ വിദേശത്ത് നിന്ന് ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു അപൂർവമാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒന്നും അത്ര നല്ലതല്ല, ഇല്ലേ? നല്ല ഫോറിൻ നിന്നൊക്കെ വരുന്ന സാധനം പോലെ. രാജാവ് ഈ സാധനം ഭാര്യയെ ഏൽപ്പിച്ചു. ഭാര്യയ്ക്കാണെങ്കിൽ ഒരു വാട്സാപ്പ് ബന്ധം ഉണ്ടായിരുന്നു അന്ന്. കൊട്ടാരത്തിലെ ആരോ ആയിട്ട് രാജാവൊന്നും അദ്ദേഹത്തിന് ഈ ലൗകിക കാര്യത്തിലൊന്നും താല്പര്യമില്ല. ഇപ്പൊ ഭാര്യയ്ക്ക് കിണങ്ങാനും കൊഞ്ചാനും ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ കൂടെ തിരികെ സമയം പാസ് ചെയ്യും. ആര്? ഭാര്യ. അതാണല്ലോ ഇഷ്ടമുള്ള ആൾക്കാണല്ലോ കൊടുക്കുക. ഈ ചങ്ങാതി പോയിട്ട് അവന്റെ കാമുകിക്ക് ഇത് കൊണ്ടുകൊടുത്തു. അവന് വേറെ ഇടപാടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കണം ഈ സാധനം വന്നത് എവിടെയാ പോയത് എന്നുള്ളത്. ഒരാളുടെ കയ്യിൽ നിന്നും വേറൊരു ആ കാമുകി ഇത് കിട്ടിയത് അവക്ക് വേറൊരു കാമുകുണ്ടായിരുന്നു. നോക്കൂ, വീണ്ടും പോവാ സംഗതി. ശരിക്കും പറഞ്ഞാൽ നോവലിന് പറ്റിയ സാധനമാണ് സിനിമയ്ക്ക്. ആ ചങ്ങാതിക്ക് ഒരു കാര്യം രാജാവിൽ നിന്ന് സാധിക്കാൻ അവൻ തിരിച്ച് രാജാവിന് കൊണ്ടുകൊടുത്തു. ഭർതൃഹരി നോക്കുമ്പോ, ദൈവമേ, ഇത് ഞാൻ കൊടുത്ത ഫ്രൂട്ട്സ് ആണല്ലോ, ഇതെങ്ങനെ എൻ്റെ കയ്യിൽ ഈ പെട്ടി വന്നിരിക്കുന്നു? രാജാവ് അന്വേഷിച്ചപ്പോ ഭാര്യ വേറെ ഇടപാടുണ്ട്. ഭാര്യ അത് വേറൊരാൾക്ക് കൊടുത്ത് അങ്ങനെ കണ്ടെത്തിയപ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി ആർക്കും ആരോടും ഒരു ആത്മാർത്ഥതയില്ല. അന്ന് വിട്ടു കൊട്ടാരത്തിലെന്ന്. അങ്ങനെ അദ്ദേഹം പിന്നീട്
വലിയൊരു മഹർഷിവര്യനായി. നിങ്ങൾ ആരെങ്കിലും നൈമിഷാരണ്യം എന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഭർതൃഹരി തപസ് ചെയ്ത ഗുഫയൊക്കെ ഉണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടോ അറിയില്ല. ഭർതൃഹരിയുടെ തപോഭൂമി ഇപ്പോഴും അതൊക്കെ അങ്ങനെയുണ്ട്. അദ്ദേഹം എഴുതി വെച്ച കൃതികളാണ് വിവേക വൈരാഗ്യത്തെക്കുറിച്ചൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു കൃതി, മനോഹരമായ കൃതി. അപ്പം അതിൽ അദ്ദേഹം ഈ കഥകളൊക്കെ പറയും. ജീവിതത്തിൻ്റെ, നമ്മൾ കണക്കാക്കുന്ന ജീവിതവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ മനുഷ്യൻ ഒരു പൊട്ട ലോകത്തിൽ കുരുങ്ങി കിണറ്റിൽപ്പെട്ടിരിക്കുന്ന, അതാണ് കൂപ മണ്ടൂകം എന്നൊക്കെ പറയും. അതിൽ കുരുങ്ങിക്കൊണ്ട് ദുരിതം അനുഭവിക്കുക. അപ്പം ഇതിൽ നിന്നും പുറത്തു കടക്കാൻ എന്താ വഴി? ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന. എന്തു വേണം? ഇതൊന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ബോധമനസ്സ് വാസ്തവത്തിൽ ഒന്നിനോടും ഒട്ടിപ്പിടിക്കുന്നതല്ല. ഒട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, സ്വപ്നം കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ വിട്ട് വേറൊരു സ്വപ്ന ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ ബോധത്തിന് ഒന്നിനെ വിട്ട് മറ്റൊന്ന് പ്രൊജക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്, അല്ലേ? ഇതുപോലെ നമുക്കെല്ലാവർക്കും ഈ ബോധത്തെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയാൽ, സാധനയിലൂടെ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ദുർബല ചിന്തകളിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് വിടണമെങ്കിൽ മറ്റൊന്ന് പിടിക്കണം. ഒന്ന് പിടിച്ചാലേ മറ്റൊന്ന് വിടാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? ഒന്നിനെ പിടിക്കണം, മറ്റൊന്നിനെ വിടണം. അതാണ് നമുക്ക് 7 ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത്. ഒന്നിനെ പിടിച്ചുകൊണ്ട് മറ്റൊന്നിനെ വിട്ടുകൊണ്ട് ജീവിതത്തെ പരിവർത്തനം വരുത്താൻ നമ്മുടെ ബോധത്തെ കേപ്പബിളാക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു ജീവിത യാത്രയാണ് ആത്മീയത. വേണ്ടതല്ലേ? വേണ്ടതാണോ? വേണ്ടതാണ്. പറയൂ. എത്ര ഒരു ശാസ്ത്രീയമായിട്ടാണ് പൂർവികരിത് കാണിച്ചു തന്നിരിക്കുന്നത് നോക്കൂ. അതുകൊണ്ട് നമുക്കിനി ആ യാത്ര ചെയ്യാം. എങ്ങനെ ഒന്നിനെ വിടണം, എങ്ങനെ ഒന്നിനെ പിടിക്കണം. ഒന്ന് വിടുകയും വേണം. ഒന്ന് നീതി, 2 ഇതി. ഒന്നിനെ ത്യാഗം ചെയ്യണം, ഒന്നിനെ യോഗം ചെയ്യണം. ഒന്നിനോട് യോഗം ചെയ്യുമ്പോൾ ഇത്രയുള്ളൂ. പഴം കഴിക്കില്ല, ഇനിയിപ്പോൾ കഴിക്കും നിങ്ങൾ ഓരോന്ന് കഴിയും. മുരിങ്ങയുടെ കോലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇല്ലാത്ത നിങ്ങൾ ഒന്നിനെ ത്യാഗം ചെയ്യണം, ഒന്നിനെ എടുക്കണം. മാങ്ങ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്ന് ത്യാഗം ചെയ്യണം, ഒന്നിനെ സ്വീകരിക്കണം. പഴമെടുത്താൽ എന്ത് ചെയ്യും നിങ്ങൾ? ത്യാഗം ചെയ്യണം, സ്വീകരണം. തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. ഈശാവാസ്യം. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ കാണാം.